ബീച്ചിലേക്ക് പോകും വഴിയിൽ ഡ്രൈവർ ഞങ്ങൾക്കൊരു ഏജൻറ്റിനെ പരിചയപ്പെടുത്തി തന്നു. പുള്ളിയുടെ കയ്യിൽ നമ്മൾ $US കൊടുത്താൽ മെക്സിക്കൻ പെസോ ആക്കി പുള്ളി അത് കൺവേർട്ടാക്കി തരുമത്രേ. Hello. No, if I give you like 100, then how much peso you give me? Okay, 150. Yeah, let me think and then I will tell you. Ajá. Hola, pues gracias. Hola. उधर जहाँ पर जाएंगे ना हम, बस जरा सा ऊपर चढ़ोगे ना इसे, उधर बैंक है. उधर मिलेगा. I know the bank. ¿Ah, en la beach entonces? Beach, yeah. Beach. अरे वो तो बहुत नजदीक है जहाँ पर हम लोग आते हैं, एकदम सामने ये पार्क है. क्या लेना है, क्या दारू पीना है, ये बैंक ऐसे घूमना ही है. क्या गलत बोल रहा हूँ? Estaba hablando con teléfono. Te marco por su lugar. इधर देखो, like they are very near to the America. अमेरिका कहाँ है? ये कहाँ है? और ऐसा नहीं कि अमेरिका के पास बहुत कुछ है. എൻ്റെ കൂടെയുള്ള ഇലക്ട്രിക്കൽ ഓഫീസർ 15 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് കുറേയധികം തവണ വന്നിട്ടുള്ളതാണ്. അതിനാൽ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പുള്ളി പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ തായ്വർക്കിക്കൊണ്ടേയിരുന്നു. ये देखिए जो ऑक्सो है ना, ऑक्सो इधर सब जगह मिलेगा. ये थोड़ा सा रिकलेक्ट हो रहा शुरू हो गया. Mira, Yes, no sé si estaría bien. Bueno, es que va el horario, ¿verdad? Depende, 12, 11 de la noche. Sí, porque a veces no podemos salir que a las 2. ¿Cuánto, la neta, amor? Escúchame. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വേരാക്രൂസിലുള്ള ഈ പജാരത്തോസിലെ ബീച്ച് വളരെ ഫേമസ് ആണ് മെക്സിക്കോയിൽ. ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, തെളിഞ്ഞ ജലം, മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ ബീച്ചും അതിന് ചുറ്റുമുള്ള പരിസരവും. അനേകം നിശാബാറുകളും കച്ചവടങ്ങളും ഹോട്ടലുകളും റെസ്റ്റോറൻറ്റ്സും ഒക്കെ നിറഞ്ഞ് നമ്മുടെ ഗോവയ്ക്കും വർക്കല ഒക്കെ സമാനമായിട്ടുള്ള ഒരു ബീച്ചാണ്. അനേകം ഫോറിനേഴ്സും ഒക്കെ ഇവിടെ വന്ന് അവർ രാത്രിയിൽ എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇറങ്ങിയത് ഉച്ചയ്ക്കാണ്. അതിനാൽ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സോ ഇല്ലെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫോ ഒന്നും തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. ഏകദേശം 6 മണി കഴിയും ഇവിടെ ഷോപ്പുകളും മറ്റും തുറന്ന് പ്രവർത്തിക്കാനായിട്ട്. അതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള നിരാശയിൽ ബീച്ചിലേക്കുള്ള വഴി നോക്കി ഞാനിങ്ങനെ ഇരുന്നു.